എല്ലാവരും നോക്കി, സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഐ പ്രേ that as a church we get a burden. ആ ഒരു ഭാരം നിങ്ങളിലേക്ക് വരാനായി സ്പീക്ക് ഇറ്റ് ഓവർ യു, ദ ചേർച്ച്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ, സുവിശേഷം അറിയിക്കണമെങ്കിൽ, ടാക്ടിക്സ് വിൽ നെവർ വർക്ക്. പ്ലാൻസ് ആർ നോട്ട് ഗോയിങ് ടു വർക്ക്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷം നിങ്ങൾ പോവുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഹാപുരോഹിതന്മാരും സദൂക്യരെയും പേടിച്ച് അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. അതിനുശേഷം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വചനം അതിശക്തിയോടെ അതിധൈര്യത്തോടെ അവർ പ്രസംഗിച്ചു തുടങ്ങി. നമുക്ക് പേടിയുണ്ടോ? ഇൻസെക്യൂരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി കുറവുണ്ടോ? ഇതെല്ലാം മാറുന്നത് പരിശുദ്ധാത്മാവില്ല, വേറെ ഇല്ല. നമുക്കുണ്ടാകുന്ന പ്രശ്നം തന്നെ ആ ഫസ്റ്റ് സെഞ്ച്വറി ആളുകൾക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഞ്ച്വറി ചേർച്ചിനും ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ സുവിശേഷീകരിക്കാൻ അല്ലെങ്കിൽ ആളുകളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവരെന്താ ചെയ്തത്? കൂടിയിരുന്നു, ദൈവസന്നിധിയിലിരുന്നു, പ്രാർത്ഥിച്ചു. അവിടെ ഒരു വർഷിപ്പ് ലീഡർ ഇല്ല, അവിടെ മെസ്സേജ് പറയാൻ ഒരു പാസ്റ്റർ ഇല്ല, അവിടെ ഒരു മൈക്കില്ല, അവിടെ ഒരു സ്പീക്കർ ഇല്ല. കുലുക്കാൻ പരിശുദ്ധാത്മാവ് വന്നു, കുലുങ്ങി. നമ്മൾ കുലുക്കാൻ നോക്കണ്ട, പരിശുദ്ധാത്മാവ് കുലുക്കിക്കോളൂ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ വിളിയിലേക്കും നമ്മുടെ കോളിങ്ങിലേക്കും നമ്മൾ കയറി നിന്നില്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഇരിപ്പ് നമ്മളൊരു 10 വർഷം കൂടി ഇരിക്കും. തമ്മിൽ പറഞ്ഞ് പറ്റിക്കുന്നവരായി നമ്മളെല്ലാവരും മാറും. അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. We can learn from them, not copy them, not follow them. പിശാചിൻ്റെ അവൻ്റെ തന്ത്രങ്ങളെയും ടാക്ടിക്കുകളെയും നമുക്ക് ആളുകളോട് വചനം ശുശ്രൂഷിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കണം. ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ why would someone need us? മറ്റുള്ളവരെ എന്തിനു നമ്മൾ സ്വീകരിക്കണം? എന്തിനു യേശുവിനെ സ്വീകരിക്കണം? ഒരുത്തിന് ക്യാൻസർ ഉണ്ട്, കൈ വയ്ക്കുമ്പോൾ ക്യാൻസർ മാറുന്നില്ല, എന്തുകൊണ്ട് യേശുവിനെ സ്വീകരിക്കണം? നമ്മൾ ഓൾറെഡി മോസ്റ്റ് ഓഫ് അസ് ഇവിടെ ഉള്ളവർ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ക്രിസ്തുവിനെ അറിയാം, വചനം വായിച്ചു, രക്ഷിക്കപ്പെട്ടു, സത്യം അറിഞ്ഞു. ഒരുത്തിന് കാലില്ലാണ്ടിരിക്കുന്നു, ഒരാൾക്ക് ക്യാൻസർ ആയിട്ടിരിക്കുന്നു, അവൻ്റെ കുടുംബം മൊത്തം മുഴുവൻ പട്ടിണിയാണ്. അവനത് മാറണ്ടേ? അത് മാറുന്നത് ക്രിസ്തുവിലൂടെ അല്ലേ? അത് മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്, നമ്മുടെ ശക്തിയിലൂടെയാണോ? ഇതൊന്നും സംഭവിക്കാതെ കുറച്ച് ഓൾറെഡി, ഞാനും ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ട്, ഓൾറെഡി ലേൺഡ് തിയോളജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചും ഇതിട്ട് കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ നടപടിയില്ല, നടക്കൂല. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് ഈ രാജ്യം, ഈ സ്ഥലം, ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമാണ് ട്രാൻസ്ഫോം ആവുള്ളൂ. പട്ടണം ഇളക്കി മറിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വിചാരിച്ചാലാണ് നടക്കുള്ളൂ. നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. ഭൂതം അവിടെ അലറി വിളിച്ചതിന് ശേഷവും നമ്മൾ യേശുവിനെ പറ്റി വായിക്കുന്നുണ്ട്. സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണങ്ങളല്ലേ? ഗിരിപ്രഭാഷണങ്ങൾക്ക് ശേഷം കർത്താവ് നടന്നു വരുമ്പോൾ കുഷ്ഠരോഗി വരുന്നുണ്ട് അടുത്തേക്ക്. അവിടെ സൗഖ്യമാക്കുന്നുണ്ട്. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. അതിൻ്റെ ഇടയ്ക്ക് ശിഷ്യന്മാരെ, എനിക്ക് തോന്നുന്നത് ഗലീലേക്ക് വരുന്നതിന് മുമ്പാണ്, ഈ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം ഗലീലേക്ക് പോകുന്ന വഴിയാണ് കടൽ തീരത്ത് വെച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ശിഷ്യന്മാരെയും വിളിക്കുന്നുണ്ട്. പത്രോസിൻ്റെ പടകിൽ മീൻ കയറിയില്ല എന്ന് വിചാരിക്കുക. പത്രോസ് ശിഷ്യനാവുമായിരുന്നോ?
യേശു പറയാണ്, മോനെ നീ അപ്പുറത്തേക്ക് ആഴത്തിൽ വല നീക്ക്, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വലയിറക്കിയിട്ട് ഒരു പരലിനെ പോലും കിട്ടിയില്ല. പത്രോസ് ഫോളോ ചെയ്യോ? ഫോളോ ചെയ്യോ? ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല. നമ്മളൊരാളുടെ മേൽ പോയി, നമ്മുടെ വീട്ടിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ ഓർന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവും. സൗഖ്യം നടന്നില്ലെങ്കിൽ ഫോളോ ചെയ്യില്ല. അതിനുശേഷം പത്രോസിൻ്റെ വീട്ടിലെ അമ്മായിയമ്മയുടെ അടുത്ത് പോയിട്ട് മറ്റേ പനി സൗഖ്യമാക്കുന്നുണ്ട്. അതിനെ ശാസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കിപ്പോഴും പനി വന്നാൽ ശാസിക്കണോ, അത് രോഗമാണോ ഭൂതമാണോ എന്നുള്ള ഡിസേൺമെൻറ്റ് പോലും ആയിട്ടില്ല. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൽ നിറവില്ല. അതാ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നവരാവരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കും. വേണ്ട ആളുകളെ ആ വഴികളിൽ പരിശുദ്ധാത്മാവ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ദൈവം. സൗഖ്യമുള്ളവൻ്റെ എല്ലാ വീട്ടിലും കയറി യേശു സൗഖ്യമാക്കിയോ? ആക്കിയോ? വിശ്വാസത്താൽ വന്നവരുണ്ട്, സൗഖ്യമാക്കിയോ? ഈ ബെഥന്യയിൽ ലാസർ മരിച്ചു കിടന്നപ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും വീട്ടിൽ കയറിയായിരുന്നോ അവർ മറ്റേ യേശു? ഇല്ല, ലാസറിനെ മാത്രമല്ല സൗഖ്യമാക്കിയുള്ളൂ. ഉയർത്തെഴുന്നേൽപ്പിച്ചത് ലാസറിനെയും യായിറോസിൻ്റെ മകളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ആ കാലത്ത് കുറേ ആളുകൾ ഇസ്രായേലിൽ മരിക്കണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കണ്ടായിരുന്നു. ഇതിനെപ്പറ്റി യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ഷാമകാലത്ത്, അതായത് സറാഫാത്തിലുള്ള വിധവയുടെ അടുത്തേക്ക് മാത്രമല്ലേ അപ്പം കൊണ്ട് ഏലിയാവിനെ അയച്ചോളൂ. അത് പറഞ്ഞപ്പോഴാണ് അടിക്കാൻ തന്നത്. അടിക്കാൻ തന്നത്. നയമാൻ മാത്രമല്ലേ കുഷ്ഠരോഗം മാറിയോളൂ ഏലീശയുടെ അടുത്ത് വന്നപ്പോൾ? ഇഷ്ടംപോലെ കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ഇത് കർത്താവ് പറഞ്ഞപ്പോഴാണ് അവരടിക്കാൻ നിന്നത്, തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചത്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമുക്കൊരു ഐഡിയ ഇല്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ശക്തി വരുള്ളൂ. സോ ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. Be led by the Spirit. Be led by the Spirit. Let us not be the ones who fool ourselves with everything that we know of things. നമുക്ക് കാര്യങ്ങളെ പറ്റി അറിയുന്ന നമ്മുടെ അറിവിനാലും ജ്ഞാനത്താൽ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ കോളിൽ നിന്ന് നമ്മളെ ബാക്ക് ഔട്ട് ചെയ്യുക, വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് എനിമിയുടെ ഒരേ ഒരു പേർപ്പസ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ജോലിക്ക് പോയോ, നിങ്ങൾ ഇത് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പാർക്കിൽ പോയോ, സിനിമാ തിയേറ്ററിൽ പോയോ, നിങ്ങൾ ഓണം സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ ഡാൻസ് കളിച്ചോ, ഇതൊന്നും അവൻ്റെ മാറ്ററേ അല്ല. അതുകൊണ്ടാണ് അവിടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം, അതാണ് അവിടെ ഇരിക്കാൻ പറ്റാത്തത്. വചനം വായിക്കുന്ന ഒരു വിഷയം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? ആരാധിക്കുന്നത് പ്രശ്ന, അതാണ് നമുക്ക് ആരാധിക്കാൻ പറ്റാത്തത്. ഇപ്പം എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടായി എനിക്ക് 4 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുള്ള ചേട്ടായി എന്ന് പറഞ്ഞു. പറ്റുന്നില്ല. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം, പറ്റുന്നില്ല. അത് നേരത്തെ പറഞ്ഞല്ലേ, അവനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുള്ള നിൻ്റെ കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അറിയാതെ തന്നെ ഒരു 3-4 മണിക്കൂർ ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി. See, the point of helplessness, that's the good soil. നല്ല നിലം എന്നുള്ളത് നിന്നെ കൂടാതെ അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് പ്രാർത്ഥിക്കാൻ പോലും. ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കാതിരിക്കാനാണ്, അല്ലേ? ആരാധിക്കാനാണ്. അപ്പോൾ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ വേണ്ടേ? മറ്റുള്ള കാര്യത്തിനെ പറ്റി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഇതിനു വേണ്ടി അധികമായി പ്രാർത്ഥിക്കണ്ടേ? അല്ലേ? അങ്ങനെയല്ലേ?
മറ്റുള്ള ചെറിയ ചെറിയ കാര്യത്തിനേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കാതിരിക്കാനും ഉപവസിക്കാനും കൂടുതലായിട്ട് ആരാധിക്കാനും കൂടുതലായിട്ട് വചനം വായിക്കാനും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണ്ടേ? കാരണം ആ ഏരിയയിലാണ് ദ എനിമി അറ്റാക്സ് എ ലോട്ട്, ട്രൈസ് ടു ഡ്രോ യു. നിങ്ങൾക്കിത് ഡിസേൺ ചെയ്യാം. ഈ ദൈവികമായ കാര്യത്തിൽ എസ്പെഷ്യലി ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ബാക്ക് ഡൗൺ ചെയ്യുന്നോ, ദാറ്റ്സ് എനിമി. ഡിസൈൻ ചെയ്തോളുക. എന്താണോ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളെ ഒരു 1 വീക്ക് ഒരു 2 വീക്ക് അനാലിസിസ് ഒക്കെ എടുത്തിട്ട് നോക്കുക. എന്താണോ നിങ്ങൾ പിൻവലിയുന്നത്, എന്താണോ നിങ്ങൾ അതിൽ നിന്ന് അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിപ്പോകുന്നത്, 3 മണിക്കൂർ 1 മണിക്കൂറായി 10 മിനിറ്റായി 5 മിനിറ്റായി 2 സെക്കൻഡായി. പിന്നെ എക്സ്പ്ലനേഷൻസ്. ദൈവം എപ്പോൾ പറഞ്ഞാലും ദൈവം കേൾക്കുന്നില്ലേ? ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? ഞാൻ എപ്പോൾ വിളിച്ചാലും ദൈവം അവിടെ ഇല്ലേ? എന്നെ അറിയുന്നവൻ എന്നെ അറിയുന്നു, ഞാനാകുന്നു. സി, ഈ ഇങ്ങനത്തുള്ള എക്സ്പ്ലനേഷൻസിൽ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. ഇതൊക്കെ നമ്മൾ ഈ തട്ടിപ്പൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്, കർത്താവേ, ദ പോയിന്റ് ഓഫ് ഹെൽപ്ലെസ്നെസ്. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങ് വെച്ചിരിക്കുന്ന പേർപ്പസിലേക്ക് കയറാൻ. എൻ്റെ ജീവിതത്തിൽ മുന്നൊരുക്കുന്ന സൽപ്രവർത്തികളെ തികപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് കൃപ തരണമേ. കൃപ വരും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അവിടെ പണം എത്രയധികം നൽകുന്നൊരു വചനമില്ല. എത്രയധികം സൗഖ്യം നൽകുന്നൊരു വചനമില്ല. സൗഖ്യം തരുന്നു, അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കണം. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഹോളി സ്പിരിറ്റ്. വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് യു ആർ പസിൽഡ്. നിങ്ങൾ പിശാചാൽ കബളിപ്പിക്കപ്പെടും. യു വിൽ ബി ഫൂൾഡ് ബൈ സൈറ്റൻ ബിക്കോസ് ഹി ഈസ് എ മാസ്റ്റർ ഡിസീവർ. അവൻ കള്ളനും കള്ളൻ്റെ അപ്പനും ആവുന്നു. മനസ്സിലായില്ലേ? ഇതൊരു പോയിൻ്റാണെങ്കിൽ ഇങ്ങോട്ടാണ് നമുക്ക് പ്രാർത്ഥനയുടെ പോയിൻ്റെങ്കിൽ ഇവൻ ഇതിലെ പോവും, ഇതിലെ വിടും, അതിലെ പോവും, ഇതിലെ വിടും. ഈ പോയിന്റിലേക്ക് അവൻ എത്തിക്കില്ല. മനസ്സിലായോ? വൈറ്റ്ല ജംഗ്ഷൻ ഓർക്കുക. വൈറ്റ്ല ജംഗ്ഷനിലാണ് നമുക്ക് എത്തേണ്ടത്. അവൻ നേരെ എളംകുളം കയറിയിട്ട് അവിടെ നിന്ന് ചാടി നേരെ പിന്നെയും മറ്റേ പള്ളിമുക്ക് പോവും. എന്നിട്ട് അവിടെ ഫോട്ടോ വെച്ച് കൊണ്ടുപോകും. നമ്മളിതുവരെ വൈറ്റ്ലയിൽ എത്തിയിട്ടില്ല. പക്ഷെ മനസ്സിലായോ? അവിടെ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഊബർ വിളിച്ച് വരാം, ഫ്രണ്ടിന് ലിഫ്റ്റ് വയ്ക്കാം, അങ്ങനെയൊന്നുമില്ല. ആത്മാവ് എടുത്തുകൊണ്ട് പോകണം. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയാലേ. ആമേൻ. സോ ഐ എൻകറേജ് യു ചേർച്ച്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാനും പരിശുദ്ധാത്മാവിനെ അധികമായി ചോദിക്കാനും. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥന വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും നമ്മൾ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത വർഷം പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം എന്നുള്ളത്. എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അമ്മേ? എബിച്ചേട്ടാ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എന്നെ ദൈവം ഉപയോഗിക്കണമെന്ന്? ഒന്നും ചെയ്യണ്ട, ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി. യേശുവിന് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ട് നിർത്തുക. യേശു ലാസ്റ്റ് സപ്പർ ആ പോയിന്റ് കഴിഞ്ഞിട്ട് യേശു നേരെ ഗെത്സമനയിലേക്ക് പോകുന്നുണ്ട്. ഭയങ്കര ഒരു വൾണറബിൾ പോയിന്റിൽ യേശു പോണേ. ദുഃഖിതനായി ഭാരപ്പെട്ട, നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ നിന്ന് യേശു ഒരു സ്ട്രെങ്ത് റിസീവ് ചെയ്യുന്നുണ്ട്. കാരണം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ മഹാപുരോഹിതന്മാരുടെ അടുത്തും അവനെ തുപ്പിയവരുടെ മേത്തും പല കോട്ട്സിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തുമ്പോഴും അവൻ മിണ്ടാതിരുന്നു. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും, ഹി വാസ് സോ സ്ട്രോങ്.
ക്രോസിലേക്കുള്ള അവൻ്റെ സ്ട്രെങ്ത് വ്യാപരിച്ച് ഫ്രം ദ ഗാർഡൻ ഓഫ് ഗെത്സമനെ. കാരണം ആ പോയിന്റ് വരെ വായിക്കുമ്പോൾ യേശു പല ടൈമിലും ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് കാണാം. ആ മാനസികമായിട്ടുള്ള കാര്യം പൊങ്ങി വരും നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഹി വാസ് ഫുള്ളി മാൻ ആൻഡ് ഫുള്ളി ഗോഡ്. അതുണ്ട്. പക്ഷേ ഇമോഷൻസിൻ്റെ എക്സ്ട്രീം പോയിന്റ്സിൽ എത്തേണ്ട ടൈമിൽ ഹി ഡിഡ്ന്റ്. രോമൻ കത്തിരിക്കാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. നിങ്ങൾ വായിക്കുന്നുണ്ട് യേശു അയ്യോ അയ്യോ എന്ന് വിളിച്ച് കരയുന്ന, അടി കൊള്ളുമ്പോഴും നിങ്ങൾ വായിക്കുന്നുണ്ട് അങ്ങനെ. ആകെ ക്രോസിൽ നമ്മൾ കാണിക്കുന്ന ദാവീദ് പറഞ്ഞ ആ പ്രൊഫസിയുടെ ഫുൾഫിൽമെൻറ്റ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഏലി ഏലി ലമ്മ ശബക്താനി. റൈറ്റ്. ദ സ്ട്രെങ്ത്, ശക്തി, സമാധാനം, സന്തോഷം, നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം പിതാവിൻ്റെ സന്നിധിയിലുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ ഇതെല്ലാം സാധ്യമാവുള്ളൂ. ആമേൻ.